ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേക തരം ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യത്തിനാണ് കേട്ടോ. കാരണം ഈ ബിരിയാണി എല്ലാവർക്കും കഴിക്കാം, രോഗികൾക്കോ പിന്നെ ഏത് പ്രശ്നമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഇതിനെ പറയണത് മമ്മൂക്ക സ്പെഷ്യൽ ബിരിയാണി എന്നാണ് പറയണത്. കാരണം എണ്ണ ഓയിൽ ഒന്നും ഇതിൽ ഉപയോഗിക്കണേ ഇല്ല. പിന്നെ എണ്ണ 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 കൊണ്ടുള്ളൊരു കേടും ഇതിലുണ്ടാവില്ല. നെയ്യോ ഒന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നോക്കാം കേട്ടോ. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കനാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വലിയുള്ളി, 4 വലിയുള്ളി വലുത് തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ 4 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുറി നാളികേരം ഇങ്ങനെ അരച്ചെടുത്തതുണ്ട്, വല്ലാതെ അരയൊന്നും വേണ്ട. പിന്നെ 1 കപ്പ് തൈര്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് പേസ്റ്റ്, പിന്നെ വേണ്ടത് മല്ലിയില, പുതിനയില. പിന്നെ അടുത്തായിട്ട് വേണ്ടത് മസാലകളാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ബിരിയാണി മസാല, പിന്നെ അതുപോലെ കുറച്ച് 1.5 സ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ ഇറച്ചിയിൽ മിക്സ് ചെയ്യാൻ വേണ്ട. അതുപോലെ കൂട്ടത്തിൽ ഒരു സാധനം കൂടി, ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടത് ജോക്കർ പേരുള്ളൊരു റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരി എടുത്ത് നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. ഉള്ളിയും അതുപോലെ തക്കാളിയും പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ടു. പിന്നെ പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, പിന്നെ നാളികേരം ചേർത്തു. തൈര് 1 കപ്പാണ് എടുക്കുന്നത്, തേച്ചു. പിന്നെ മസാലകൾ, ഞാൻ പറഞ്ഞ മസാലകൾ ഇട്ട് കൊടുക്കണം. ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ. ഇനി നമ്മളിത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത കുക്കറിൽ ഇട്ടു. ഇനിയപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട്. കാരണം എണ്ണയും ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരി അതും കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ എണ്ണയൊന്നും നെയ്യൊന്നും ചേർക്കാത്തതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളതാ മസാല ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇങ്ങനെ മസാല കോരി വെക്കണം. നമ്മൾ ഇത് ദം ചെയ്യുമ്പോൾ ഇടയിൽ ചേർത്ത് കൊടുക്കാനാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഇനി ചോറിട്ട് കൊടുത്താൽ മതി ശരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലാവാതെ തുണി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്.
തുണി ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോറുന്നാലും അതിൽ പിന്നെ അതിൻ്റെ മസാലയൊക്കെ അതിൽ പെടുകയും ചെയ്യും, എന്നാൽ ചോറ് നമുക്ക് വേറെ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ചോറ് അങ്ങനെ മസാലയിൽ കൂടുതൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയിൽ കുറച്ച് ഗ്രേവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയർ ഇടുക ചോറ്. നമ്മൾ ഏറ്റവും മുകളിലായിട്ട് രണ്ടാമത് വീണ്ടും ആ മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒരു അടപ്പ് വെച്ച് മൂടിയിട്ട് ഈ തുണികൾ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. എന്നിട്ടൊരു 1/4 മണിക്കൂർ നമ്മൾ ദം ചെയ്യുന്നുണ്ട്, ദമ്മായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ട്. അപ്പോൾ അതിങ്ങനെ എടുക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ്. ഈ തുണിയുടെ 4 ഭാഗത്തും പിടിച്ചാൽ മതി. കണ്ടോ, അങ്ങനെ എടുക്കുമ്പോൾ കണ്ടില്ല, രണ്ടും എന്നാൽ ചോറിൽ മസാലയിൽ ചോറാവില്ല. നമുക്കിതിലേക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ വേഗം ആക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടോ, ഈ കളറ് അത് ആ മസാലയിൽ നിന്ന് പിടിച്ചതും നമ്മൾ കുറച്ച് കൂട്ടി കൊടുത്തതും ഉണ്ടല്ലോ. ഈ ബിരിയാണി നിങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം. കാരണം ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതൊന്നല്ല, യൂട്യൂബിൽ നിന്ന് ഞാൻ കണ്ടു പഠിച്ചതാണ്. പക്ഷേ വളരെയധികം പിന്നെ സ്വാദുണ്ട്. സാധാ ബിരിയാണിനെക്കാട്ടിലും രുചിയുണ്ട് ഈ ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. കാരണം ആർക്ക് വേണമെങ്കിലും കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിച്ചാലും ഒരു കുഴപ്പമില്ലല്ലോ. എണ്ണല്ല, നെയ്യോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.